ഹലോ, വെൽക്കം ടു മിനി ഷിബു വ്ളോഗ്സ്. ഇന്ന് നമുക്ക് സ്ത്രീകളെക്കുറിച്ച് കുറച്ച് സംസാരിക്കാമേ. ഇന്ന് മാർച്ച് 8 വുമൻസ് ഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്ത്രീകളെക്കുറിച്ച് കുറച്ച് ഒരു 10 വാക്ക് സംസാരിക്കാം. ഓക്കെ. സ്ത്രീകളെക്കുറിച്ച് പറയുമ്പം ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, ലോകത്തെ മുഴുവൻ സമ്പന്നമാക്കുന്ന മഹാ അത്ഭുതമാണ് സ്ത്രീയെന്ന്. ഒരു കണക്ക് പറഞ്ഞാൽ ശരിയല്ലേ? സ്ത്രീകളെ കൊണ്ട് സാധിക്കാത്ത എന്ത് കാര്യമാണുള്ളത്? സ്ത്രീ ശരിക്കും പറഞ്ഞ എൻജിനീയറാ, ശാസ്ത്രജ്ഞ, ഡോക്ടറാ, നേഴ്സാ, സ്ത്രീകളെ കൊണ്ട് പറ്റാത്ത ഒരു ജോലിയും എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ ഞാൻ കാണുമ്പോൾ ഇല്ല. എൻ്റെ ഒരു ജോലിയുമില്ല. എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകളാണ് പുരുഷന്മാരെക്കാട്ടിലും ഒരു പടി മുമ്പിൽ നിൽക്കുന്നത്. സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്കാണ് ഒരു ക്ലാരിറ്റി ഉണ്ടാകും, ഒരു വൃത്തി ഉണ്ടാകും, ഒരു വെടിപ്പുണ്ടാകും, അതിനൊരു അച്ചടക്കം ഉണ്ടാകും. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഒതുക്കവും അടക്കവും ഒക്കെ ഉണ്ടാകും. അതൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു സ്വഭാവത്തിൻ്റെ നേച്ചറിൽ നിന്ന് വരുന്നതായിരിക്കും. ഒരു പാത്രം കഴുകാനാണെങ്കിൽ തന്നെ ഒരു സ്ത്രീ ഒരു പാത്രം കഴുകുന്നതും ഒരു പുരുഷൻ ഒരു പാത്രം കഴുകുന്നതും വ്യത്യാസമുണ്ടല്ലേ? ഇതിൻ്റെ പാത്രം കഴുകിൻ്റെ വ്യത്യാസം പറയാനല്ല ഞാൻ ഈ പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞാലേ, ഇത് എത്ര ദൂരത്താണ് മക്കളെങ്കിലും നമുക്കത് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്യും. കാരണം എനിക്ക് അന്ന് മുഴുവൻ ഒരു വേവലാതിയോ ഒരു വെപ്രാളമോ ഒരു മനപ്രയാസമോ ഒരു ശോകമോ ഒരു എന്താ പറയുന്നത്, ഒന്നും സംസാരിക്കാൻ ഇഷ്ടമില്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിനെ അങ്ങ് ഒരു ശാന്തമാക്കി ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കും. ചിലപ്പം പിള്ളേർക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകിട്ട് ഫോൺ വരും, കുഞ്ഞുങ്ങൾക്ക് പനിയാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലമോ, എന്തെങ്കിലും ഒരു ഫോൺ നമുക്ക് വരും. അപ്പോഴത്തേക്കിന് നമുക്കത് ദൂരത്ത് നിന്നും നമ്മളുടെ ആ പൊക്കിൾക്കൊടി ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ മൂക്ക്, നമ്മുടെ ഘ്രാണശക്തി നമുക്ക് കൂടുതലല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടില്ലേ? ഉദാഹരണം പറയാം. വീട്ടിൽ നമ്മൾ പാലടുപ്പിൽ വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങി അവിടെ ഒരു ഇച്ചിരി വർത്തമാനം പറഞ്ഞോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടോ എന്തെങ്കിലും ചെയ്തോ നമ്മൾ മറന്നുപോയി. വീടിനകത്ത് 3-4 പേരുണ്ടാവും. അവരറിയുന്നില്ല അവിടെ കരിയുന്ന മണം അവർക്ക് കിട്ടത്തില്ല. പക്ഷേ നമ്മളറിയും. വെളിയിൽ പെട്ടെന്നായിരിക്കും നമ്മൾ ഓടി വരുന്നത്. നമ്മളറിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് സൊറയൊക്കെ പറഞ്ഞിരിപ്പുണ്ടാവും. നമുക്കപ്പോൾ ദേഷ്യം വരും അല്ലേ? അതൊക്കെ ഓരോ വീട്ടിൽ നിങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതല്ലേ? സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് അത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ് ദൂരെ നിന്നും ആ മണം അറിയാനും ഒക്കെയുള്ള ഒരു കഴിവ്. അതേപോലെ നമുക്ക് കാഴ്ചശക്തി കൂടുതലല്ലേ? നമ്മളൊരു വീട്ടിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ കാണുന്നതും നമ്മളുടെ കൂടെയുള്ള പുരുഷന്മാർ കാണുന്നതും വ്യത്യാസം. അവരെ എന്തെങ്കിലും 1-2 കാര്യം കാണും. നമ്മൾ അവിടെ നടക്കുന്ന സകല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടാകും, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാകും. നമ്മൾ വീട്ടിൽ വന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് അവിടെ നടന്നത്, അതെങ്ങനെയാണ് അവർ ചെയ്തത്, എങ്ങനെയാണ് അവരുണ്ടാക്കിയത് എന്നൊക്കെ നമ്മൾ വീട്ടിൽ വന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. ഞാൻ ഒരു കറി ആയാലും ഞാൻ വെക്കുമ്പോൾ അന്ന് കൂട്ടിയ കറിക്ക് എന്താണ് പ്രത്യേകത ഉണ്ടായിരുന്നത്, അതിനകത്ത് അവരെന്തൊക്കെയായിരിക്കും ചേർത്തിരുന്നത്, ഈ നല്ലതായിരുന്നല്ലോ അത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും. ഒരു തുണി കണ്ടാൽ, ഒരു തയ്ച്ചേക്കുന്ന ഒരു തുണി, എനിക്ക് തയ്യൽ അറിയാവുന്നതുകൊണ്ട് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് കിട്ടിയ ഇതെങ്ങനെ ആയിരിക്കും തയ്ച്ചേക്കുന്നത്, ഇതിൻ്റെ ഈ ഫിനിഷിങ് നന്നായിട്ടുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ചിന്തിച്ച് ചിലപ്പം നമ്മളെപ്പോലെ അത്രയും പുരുഷന്മാർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്കില്ലാത്ത കഴിവെന്താ? എല്ലാത്തിനും നമ്മൾക്ക് ആ കൂർമ്മ ബുദ്ധിയും കാര്യങ്ങളെല്ലാം കൂടുതലല്ലേ? നല്ല കേൾവിക്കാരാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്നത് നമ്മളോടായിരിക്കും. നമ്മളതെല്ലാം കേൾക്കുകയും ചെയ്യും. പൊട്ടത്തരമായാലും കേൾക്കും, നമ്മളും പറയുമായിരിക്കും അതിൻ്റെ കൂടെ ചേർന്ന്. പക്ഷേ നമ്മളോടല്ലേ വന്ന് പറയുന്നത്. നമ്മളല്ല കേൾവിക്കാർ. സ്ത്രീകളുടെ പ്രത്യേകതയാണ് ഞാനീ പറയുന്നത്. പിന്നെ ഒരു വീട്ടിൽ ഒരു പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞും ഉണ്ടെങ്കിൽ ആ പെൺകുഞ്ഞിനെ കുറിച്ച് കൊണ്ട് നമുക്കൊരു പ്രായം വരെ എന്ത് സമാധാനമായിരിക്കും, അവരെന്ത് പക്വതയോടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും വെളിയിൽ പോയുള്ള പ്രശ്നങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കുന്നതും എല്ലാം പെൺകുഞ്ഞുങ്ങളുള്ള വീടിനൊരു സമാധാനം ഉണ്ടാവും. ചെറുക്കന്മാരങ്ങനെയല്ല, അവർ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടുവരും, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി പെടും. ഇതൊക്കെ ഒരു പ്രായം വരെയാണ് ഞാൻ പറയുന്നത്, എന്നുമല്ല, ഒരു പ്രായം വരെ ഓടി നടന്ന് പിള്ളേർ ഇച്ചിരി അവരുടെ ജനറ്റിക്കായിട്ടുള്ള പ്രോബ്ലം കൂടെ. അത് ജനറ്റിക്കായിട്ടുള്ള പ്രോബ്ലം അല്ല, അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ, പുരുഷനായി സ്ത്രീയായി അവരുടെ ഹോർമോണിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ. അതേപോലെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കാണെന്ന് വയ്ക്കുക.
ആ വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് മാറി, അതൊന്നും ആരെയും കാണിക്കാതെ നമ്മുടെ മുഖമെല്ലാം മാറി കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന കണ്ണായിരിക്കും, ഓടിപ്പോയി നമ്മൾ മുഖം കഴുകി വൃത്തിയായി അവരെ സ്വീകരിച്ച് ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന ഭാവത്തിൽ അവരെ നമ്മൾ സ്വീകരിച്ച് ഇരുത്തി കൊടുക്കേണ്ടത് കൊടുത്ത് സംതൃപ്തരാക്കി അയക്കാൻ നമുക്കുള്ള കഴിവ് തീർച്ചയായും വേറെ ആർക്കുമില്ല. ഓരോരുത്തർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ. നമ്മൾ എന്തിനാണ് പുറകോട്ടുള്ളത്? സ്ത്രീ എംപവർമെൻറ്റ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നൂറ്റാണ്ടുകൾ 2025 ഇരുന്നുകൊണ്ട് നമ്മളിപ്പോഴും സ്ത്രീ എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുക. പക്ഷേ നമ്മൾക്ക് മുമ്പിലുണ്ടായിരുന്നവരൊക്കെ നമ്മളെക്കാട്ടി പവർഫുള്ളായി ജീവിച്ചവരുണ്ട്. ഇപ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. വിഡോസ് അല്ലെങ്കിൽ ഡിവോഴ്സ് ആയവർ, അങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ജീവിക്കുകയല്ല, അവർ തനിച്ച് പോരാടുവാണ്. തനിച്ച് പോരാടുന്ന പോരാളികളായിട്ട് ഒരുപാട് പേര് നമ്മളുടെ ഇടയിലുണ്ട്. നമ്മൾ തന്നെ അവരെ എന്തൊക്കെയാ പറയുന്നത്. സ്ത്രീകളാണ് മിക്കവാറും സ്ത്രീകൾക്ക് തന്നെ പാരയാകുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. നമുക്ക് ജോലിയില്ലെങ്കിൽ മറ്റൊരാളും ജോലി ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു സ്ത്രീ ജോലിക്ക് പോകും, അത് എന്ത് ജോലിയായാലും അവരുടെ ജോലിയുടെ ഭാഗമാണത്. അതിന് നമ്മൾ വീട്ടിലിരുന്ന് അവരെ മാനം കെടുത്തുകയും അപമാനിക്കുകയും അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയും. ഇപ്പോൾ നമ്മൾ പലതും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അവർ ജോലി ചെയ്ത് അവരെങ്ങനെ ജീവിക്കും? അവർക്ക് അറിയാവുന്ന തൊഴിൽ അവർ ചെയ്തല്ലേ പറ്റൂ. അവർ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ ഇനി വീട്ടിലിരിക്കണമെന്നൊക്കെ ഇന്നും പറയുന്ന, ഈ നൂറ്റാണ്ടിൽ ഇരുന്ന് പറയുന്ന അറിവില്ലാത്ത സ്ത്രീകളുണ്ട് ഒരുപാട്. ജീവിതത്തിൽ തനിച്ച് പോരാടാൻ വിധിക്കപ്പെട്ട പോരാളികളായ സ്ത്രീകൾ തീർച്ചയായിട്ടും അവരൊരു സ്വയം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കണം. എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ കയ്യിൽ എന്നും പൈസ ഉണ്ടാവും. കണക്കാരായിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചു വെക്കാനല്ല, അവരുടെ നിത്യച്ചെലവിനുള്ള പൈസ എങ്ങനെയായാലും അവരുടെ കയ്യിലുണ്ടാകും. തമിഴിലൊരു ചൊല്ലുണ്ട്, കൈത്തൊഴിൽ ഒന്നേ കത്തുക്കൾ കവലെ നിനക്കില്ലതൊന്നൊത്തുക്കൾ എന്ന് പറഞ്ഞാൽ, ഒരു സ്വയം തൊഴിൽ പഠിക്കുന്ന വ്യക്തിക്ക് പിന്നീട് നിനക്ക് മനസ്സിൽ വിഷമിക്കാൻ ഒരു കാര്യവുമില്ല. നിൻ്റെ കവലകൾ, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് നീ സമ്മതിച്ചോ, നീ തീരുമാനിച്ചോ, നിനക്ക് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, നിനക്ക് ജീവിക്കാനുള്ള വകയായി എന്ന് നിന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയായാലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, വിജയിക്കണമെന്ന് എന്താ നിർബന്ധം? വിജയിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. തോൽക്കാതിരിക്കാനാണ് നിർബന്ധം. തോൽക്കരുത്. നമ്മൾ ജീവിതത്തിൽ തോൽക്കാതിരിക്കുക എന്നതാണ്. വിജയിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് അവളുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാകും. ലക്ഷങ്ങളും കോടികളും ഒന്നുമല്ല, അവളുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പൈസ എന്നും അവളുടെ കയ്യിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ത്രീകൾ ജോലി ചെയ്യുക എന്നതും അത്യാവശ്യമാണ്. ജോലി ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തവരൊരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ നിങ്ങൾ കണ്ടുപിടിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. ഈ വനിതാ ദിനത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് സ്ത്രീകളോട് പറയാനുള്ളത് ഇതാണ്. തൊഴിലെടുക്കുക എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് പണം ഉണ്ടാക്കുക എന്നല്ല, നമ്മളുടെ സ്വപ്നങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പൂർത്തിയാക്കുക, നിറവേറ്റുക എന്നാണ് ജോലി ചെയ്യുക, സമ്പാദിക്കുക എന്ന് പറയുന്നതിനർത്ഥം. അല്ലാതെ ഒരുപാട് കോടികൾ ഉണ്ടാക്കി വെക്കണം എന്നല്ല. അങ്ങനെ ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാം. ജീവിതത്തിൽ തോൽക്കാതെ പിടിച്ചു നിൽക്കുക എന്നതാണ് നമ്മളൊരു തൊഴിൽ ചെയ്യുന്നതിൻ്റെ മെയിൻ അർത്ഥം. ജീവിതത്തിൽ നമ്മളുടെ അന്നുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോവുക, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു ജോലി എന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ ജയിച്ചവർ ഒരുപാടുണ്ടാകും. അവരെ നമ്മളറിയും. നമുക്ക് ഓരോരുത്തരുടെയും പേര് പറയാം. ജീവിതത്തിൽ വിജയക്കൊടി മിന്നിച്ചവരുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മളുടെ ഇന്ത്യയിലും കേരളത്തിലും വേൾഡ് വൈഡും എല്ലാത്തിലും പേരെടുത്ത് പറയാൻ പറ്റിയ ലിസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ടാകും. അവരെക്കുറിച്ചല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നത് സാധാരണ സ്ത്രീകളെക്കുറിച്ചാണ്. അത് എണ്ണിയാൽ ഒടുങ്ങുന്ന കുറച്ച് ജനങ്ങളെക്കുറിച്ച്, അവർ വേറൊരു കാറ്റഗറി പെട്ടതാണ്. അവരെ എല്ലാവരും അറിയാം, അവരെ പാടി പുകഴ്ത്താനും ആൾക്കാരുണ്ടാവും. സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ജീവിക്കാൻ വഴിയില്ലാത്ത സാധാരണ സ്ത്രീകളെ കുറിച്ചാണ് നമ്മൾ വുമൺ എംപവർമെൻറ്റ് കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നിയമങ്ങളും അത്
ഒക്കെ അവർക്ക് വേണ്ടിയാണ്. ഈ വുമൺ എംപവർമെൻറ്റ് യാഥാർത്ഥ്യമാണ്. കുറച്ചെങ്കിലും എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെന്നും എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യാം ഇതിനെന്നും എവിടെയൊക്കെ നമ്മളിതിന് ഇതിനു വേണ്ടി മുട്ടേണ്ടുന്ന വാതിലുകൾ ഏതാണെന്നും ഒക്കെ ഇത് ആവശ്യമുള്ളവർ അറിഞ്ഞിരിക്കണം. അതിന് എന്താണ് മാർഗം എന്നുള്ളതൊക്കെ ഉള്ളതൊക്കെ ആദ്യം തന്നെ ഇവർ തേടണം. അല്ലാതെ എനിക്കൊന്നും അറിയില്ല, എവിടെ പോകണമെന്നറിയില്ല, പക്ഷേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാകും. അതിന് തക്ക ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഈ ഫോണും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പോരാടി ജയിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് തല നിവർത്തി തന്നമ്പിക്കയോടെ സ്വന്തം കാലിൽ നിൽക്കണം. അതാണ് ഞാൻ ഏത് കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത്. എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹവും എൻ്റെ കാഴ്ചപ്പാടും അതായിരുന്നു. തന്നമ്പിക്കയോടെ ജീവിക്കുക, തല നിവർത്തി നിൽക്കുക, എന്നെ ഒരിടത്തു നിന്നും മാറ്റി നിർത്താൻ പാടില്ല. അതായിരുന്നു എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ജീവിതത്തിൽ. ഇടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർക്ക് വരുമല്ലോ, അതുപോലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ മെയിൻ ഉദ്ദേശം അതായിരുന്നു. അത്രയൊക്കെ ഇന്നും നടന്നിട്ടുള്ളൂ. അതുപോലൊക്കെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് എന്തൊക്കെയോ ഞാൻ ചെയ്തു എന്ന ഒരു ഇത് എൻ്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് ആഗ്രഹത്തിലാണ് ഞാൻ പറയുന്നത്. ഒരാളെ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കാതെ സ്വന്തം കാലിൽ തലയുയർത്തി നിൽക്കണമെന്ന് ഓരോ സ്ത്രീകളും ആഗ്രഹിക്കണം. സ്ത്രീ ശാക്തീകരണം എന്നത് ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. അത് മഞ്ജു വാര്യർ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സ്വപ്നം ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ മറ്റുള്ളവരാരാ? നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് തീരണമെന്നും എങ്ങനെ അവസാനിക്കണമെന്നുള്ളത്. സ്വന്തം കഴിവ് മനസ്സിലാക്കുക, സ്വന്തം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. അതായിരിക്കണം ഓരോ മനുഷ്യരുടെയും മനസ്സിനകത്ത് ഉണ്ടാകേണ്ടത്. ഓരോ വീട്ടിലെയും പെൺകുഞ്ഞുങ്ങൾ അവരുടെ വീട്ടിലെ മഹാറാണികളാകട്ടെ. പെൺകുഞ്ഞുങ്ങളെ മഹാറാണിമാരായിട്ട് നമ്മളുടെ വീട്ടിൽ വെക്കണം. നമ്മുടെ വീട്ടിലുള്ളിടത്തോളം കാലം അവർ മഹാറാണികളായിരിക്കണം. അവരെ മഹാറാണിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യണം. പിന്നീട് ജീവിതത്തിൽ ഓർത്ത് സന്തോഷിക്കാൻ അവർക്ക് ചിലപ്പോൾ അതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതെങ്കിലും ഉണ്ടാവണ്ടേ? ഓരോ വീട്ടിലെയും മഹാറാണികളാകട്ടെ അവരുടെ പെൺമക്കൾ. ടൈലറിങ് ക്ലാസ് ഓൺലൈൻ ക്ലാസ്സായിട്ട് എടുക്കത്തക്ക പോലെ ആൾക്കാരില്ല, കുറവാണ്. അതുകൊണ്ട് നാളെ മുതൽ ടൈലറിങ് ട്യൂട്ടോറിയലായിട്ട് ആഴ്ചയിൽ 2 വീഡിയോ വെച്ച് വരുന്നതായിരിക്കും. ബ്ലൗസിൻ്റെ ടൈലറിങ് ട്യൂട്ടോറിയൽ ക്ലാസ് ആഴ്ചയിൽ 2 വീഡിയോ വെച്ച് എല്ലാ ആഴ്ചയിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബേസിക് മുതൽ ഒരുവിധം ഡിസൈൻ ബ്ലൗസസൊക്കെ തയ്ക്കുന്നത് പോലെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഡൗട്ട്സ് എല്ലാം ക്ലിയർ. നിങ്ങൾ അതിൻ്റെ അടുത്തിരുന്ന് എന്നോട് ചോദിക്കുന്നത് പോലെ തന്നെ എനിക്ക് എന്താണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഇതിൽ വരാൻ ചാൻസ് എന്നൊക്കെ ഏകദേശം നമുക്കറിയാം, പഠിപ്പിച്ച എക്സ്പീരിയൻസ് വെച്ച്. അതുകൊണ്ട് തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. എങ്ങനെയാണെന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അതിനനുസരിച്ച് അടുത്ത ദിവസം നിങ്ങൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ, സി യു.